PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യ വിഭാഗമാണ് സാംസ്കാരിക സ്ഥാപനങ്ങളും അവരുടെ അധ്യക്ഷനും എന്നുള്ളത്. അതിൽ പ്രധാനമാണ് കേരള ചലച്ചിത്ര അക്കാദമി. നമുക്കറിയാം കേരള ചലച്ചിത്ര അക്കാദമിക്ക് നിലവിൽ ഒരു അധ്യക്ഷനില്ലായിരുന്നു. മുൻപ് രഞ്ജിത്തിന് ശേഷം അവിടെ പ്രേംകുമാറാണ് ആ ഒരു ചുമതല താൽക്കാലികമായിട്ട് വഹിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ പുതിയൊരു ചെയർമാൻ വന്നിട്ടുണ്ട്. ആ ചെയർമാൻ എന്ന് പറയുന്നത് റസൂൽ പൂക്കുട്ടിയാണ്. ഓർത്തുവെക്കുക, കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റസൂൽ പൂക്കുട്ടിയാണ്. ഓസ്കാർ ജേതാവായുള്ള റസൂൽ പൂക്കുട്ടി. അവിടെ ഉപാധ്യക്ഷയായി വന്നിട്ടുള്ളത് ഉപാധ്യക്ഷ കുക്കു പരമേശ്വരനാണ്. നമുക്കറിയാം കേരള ചലച്ചിത്ര അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് കിൻഫ്ര പാർക്കിലാണ്. ഇതോടൊപ്പം മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങളും അവരുടെ അധ്യക്ഷനെയും ഒന്ന് നോക്കി വരാം നമുക്ക്. അതിൽ ഏറ്റവും പ്രധാനമാണ് കേരള സംഗീത നാടക അക്കാദമി. മട്ടന്നൂർ ശങ്കരകുട്ടി മാരാരാണ് അവിടെ അധ്യക്ഷനായുള്ളത്. കേരള ലളിതകലാ അക്കാദമിയാണ് എങ്കിൽ മുരളി ചീരോത്താണ്. കേരള ലളിതകലാ അക്കാദമി മുരളി ചീരോത്ത. കേരള ഫോക്ലോർ അക്കാദമി ആണെങ്കിൽ OS ഉണ്ണികൃഷ്ണനാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ ചിറക്കലാണ്, അത് OS ഉണ്ണികൃഷ്ണനാണ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എങ്കിൽ പള്ളിയറ ശ്രീധരനാണ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പള്ളിയറ ശ്രീധരനാണ്. ഇനി കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മല്ലികാ സാരാഭായും. കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ B അനന്തകൃഷ്ണനുമാണ്.